എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്, ലോങ് വീഡിയോ ഇടുന്നത്. സംഭവം ഞാനിന്ന് ഉദ്ദേശിച്ചത്, അതായത് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഡെലിവറി വ്ളോഗാണ്. എൻ്റെ രണ്ടാമത്തെ ഡെലിവറിയാണ്. ആദ്യത്തെ ഡെലിവറി എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഡെലിവറി എന്നല്ല, പ്രഗ്നൻസി ജേണിയെ ഇത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയിരുന്നു. ഈ പ്രഗ്നൻസി അങ്ങനെ ആയിരുന്നില്ല. ഈ പ്രഗ്നൻസി രാവിലെ എന്നല്ല, എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. ഏത് നേരം ഛർദി, പച്ചവെള്ളം കുടിച്ചാലും ഛർദി അങ്ങനെയായിരുന്നു. പിന്നെ 5 മാസം വരെ ഞാൻ ജോലിക്ക് പോയിരുന്നു. ഈ 5 മാസം വരെയും ഞാൻ എല്ലാ മാസവും അമലയിൽ തന്നെയായിരുന്നു ഞാൻ ജോലിക്ക് പോയിരുന്നത് കേട്ടോ. അപ്പോൾ ഈ 5 മാസം ഒരാഴ്ച അല്ലെങ്കിൽ 2-4 ദിവസമെങ്കിലും ഞാൻ അവിടെ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. എന്തെങ്കിലും പനിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വിട്ടു പോകാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. പ്രഗ്നൻസിയിൽ യൂറിൻ ഇൻഫെക്ഷൻ, ആദ്യം ഇൻഫെക്ഷൻ പെയിൻ വന്നു, അതങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി പെയിൻ 3-4 മാസത്തിലോ അങ്ങോട്ട് ഡെലിവറി പെയിൻ വന്നിട്ട് ഞാൻ ആദ്യത്തെ എനിക്ക് നോർമൽ ഡെലിവറി ആദ്യം വന്നിട്ട് ആണ് സിസേറിയൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അറിയാം എങ്ങനെയാവും ഈ പെയിൻ എന്ന്. അപ്പോൾ ഞാൻ 4 മാസമൊക്കെ ആയ സമയത്ത് എനിക്ക് പെയിൻ വന്നപ്പോൾ കയ്യിൽ പോയി. എനിക്ക് പേടി ഇതെന്താണാവോ, എൻ്റെ കുട്ടീനെ കിട്ടില്ലേ ഇങ്ങനെയൊക്കെ. ഈ സമയത്തൊക്കെ ഡെലിവറി പെയിൻ വരില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ എനിക്ക് പെയിൻ മാറാനുള്ള ഇഞ്ചക്ഷൻ തന്നു, തണ്ടലിമ്മ ഞാൻ തോന്നുന്നു ഇഞ്ചക്ഷൻ തന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇഞ്ചക്ഷൻ തന്ന പെയിൻ മാറിയതിന് ശേഷമാണ് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ്റെ വേദന വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻഫെക്ഷൻ്റെ വേദന വരുന്നുണ്ട്. അപ്പോൾ അവർ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ, യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ ആണ് എന്നുള്ളത്. കാരണം നമുക്ക് ഈ സൈഡിലൊക്കെയാണ് വേദന വന്നിരുന്നത്. അപ്പോൾ അത് അതിൻ്റെ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അമർത്തുമ്പോഴേക്കായിരുന്നു എനിക്ക് പെയിൻ വന്നിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസമായപ്പോൾ വീണ്ടും ഇതേ സെയിം വന്നിരുന്നു. എനിക്ക് വെള്ളമൊന്നും കുടിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എനിക്ക് വെള്ളമൊന്നും തീരെ കുടിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ നല്ല ചൂടുമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെയാണെന്നാണ് അന്ന് പറഞ്ഞത് ഡോക്ടർ. ഇൻഫെക്ഷൻ വരാൻ കാരണം പെയിൻ മാത്രമല്ല, പിന്നെ വിട്ടുമാറാത്ത പനി, ഛർദി. എൻ്റെ 6 മാസമായപ്പോൾ ഈ പ്രഗ്നൻസിയുടെ ഛർദി മാറിയായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് 6-7 മാസമായപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് ഈ യൂറിൻ ഇൻഫെക്ഷൻ്റെ ആണെന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രഗ്നൻസിയിൽ അങ്ങനത്തെ ആ ഒരു ഭാഗം ബുദ്ധിമുട്ടുകൾ കുറേ ഞാൻ സഹിച്ചിരുന്നു. അതല്ലാതെ 5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ റിസൈൻ ചെയ്തിട്ട് ജോലി. പിന്നെ എന്താ വെച്ചാൽ പിന്നെ ബാറ്ററി വാട്ടർ കുടിച്ചിട്ട് കുറച്ച് നാൾ ഞാൻ എന്താ പറയുക 3 ദിവസം അങ്ങോട്ട് ഹോസ്പിറ്റലിൽ കിടന്ന മലയിൽ. അതൊരു 1.5 സ്റ്റോറി തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ട് പാർലറിൽ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ത്രെഡ് ചെയ്യാൻ പോയി അവിടെ എനിക്ക് കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വെള്ളം തയ്ച്ചു. അപ്പോൾ ഞാനവിടെ ബ്യൂട്ടീഷ്യൻ പഠിച്ചിരുന്ന പാർലറും കൂടിയാണ്. അപ്പോൾ ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു വെള്ളം കുടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ മറ്റേ വെള്ളം വെക്കണ സ്റ്റാൻഡും പിന്നെയാണ് ഈ ബോട്ടിൽ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ആ ചേച്ചിയുടെ മോള്, ചെറിയ മോളാണ്, അവൾ അറിയാതെ അവിടെ കൊണ്ടുവച്ചതാ. അത് എനിക്കറിയില്ലായിരുന്നു, ആ സ്റ്റാഫുകൾക്കും അറിയില്ലായിരുന്നു. ഞാനത് അങ്ങനെ എടുത്ത് കുടിച്ചു. ആ ചേച്ചിനോട് അത് കുടിച്ചോളാൻ പറഞ്ഞത് ഞാൻ കുടിച്ചു. ബാറ്ററി വാട്ടർ പ്രഗ്നൻസിയിലായ കാരണം ഞാൻ വലിയ കാര്യം ഞാൻ ഉപയോഗിച്ചിട്ട്, കാരണം എനിക്ക് അത്ര ബുദ്ധി ഉണ്ടായിരുന്നുള്ള സമയത്ത്. അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇത്ര നേരം ആയിട്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞു വേഗം, പിന്നെ ഓണർ ചേച്ചി വന്നിട്ട് പറഞ്ഞു വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണം, ഇങ്ങനെ ഇത് കുടിച്ചിട്ടുള്ള എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും, ഉണ്ണികളാണ് വരില്ലെന്നുണ്ട്. അങ്ങനെ നേരെ അത് അവരൊക്കെ കൂടി പറഞ്ഞപ്പോൾ എൻ്റെ അതുവരെ കുഴപ്പമില്ലാണ്ടിരുന്നു. എനിക്ക് തലകറങ്ങലായി, എനിക്ക് എന്തൊക്കെയാണ് ഉണ്ടാവണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ എൻ്റെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടോ, അമലേക്ക് കൊണ്ടുപോയി. ആദ്യം കാഷ്വാലിറ്റിയിൽ കയറ്റി. കുറേ ഡോക്ടർമാർ വന്നിട്ട് PV ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, അങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തൊക്കെയോ തന്നെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് എന്നെ ICUലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. ICUയിൽ മാറ്റി, ഫോണൊന്നും അലോഡല്ല, ICUയിൽ മാറ്റി. എന്തൊക്കെയോ എന്നെ അവിടെയും കാണിച്ചു കൂട്ടി. ഫുഡ് തന്നിരുന്നില്ല അന്നത്തെ ദിവസം ഫുൾ. എനിക്ക് ഞാൻ ഡോക്ടേഴ്സിനോട് കരഞ്ഞ് ചോദിക്കുന്നു എനിക്ക് ഫുഡ് തായോ, എനിക്ക് അത്ര വിശക്കുണ്ട് എന്നിട്ട്. പക്ഷേ തരാൻ പറ്റില്ല എന്നാണ്, കാരണം പിറ്റേ ദിവസം എൻഡോസ്കോപ്പി ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ചിലപ്പോൾ ഇതുകൊണ്ടാവണമെന്നില്ല, നമ്മൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസിയുടെ തന്നെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തൊണ്ട പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ചിലപ്പോൾ ഇതുകൊണ്ട് പൊള്ളിയതാണോ അല്ലെങ്കിൽ ഛർദ്ദിച്ചുകൊണ്ട് പൊട്ടിയുള്ളതാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. എന്നിട്ട് എനിക്ക് ഫുഡ് തന്നില്ല ഗൈസ് അവർ. അങ്ങനെ അതൊരു വിധം കഴിഞ്ഞ 3 ദിവസം ഞാൻ അവിടെ കിടന്നു. അതങ്ങനെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കട്ടെ, കാരണം ഇവനെയും കൂടി ഞാൻ മാനേജ് ചെയ്യണം. എനിക്ക് പറയാനുള്ളത് മുഴുവനാക്കാനും പറ്റണില്ല. ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോസ് എല്ലാം എടുക്കണത്. പിന്നെ ശരിക്കുള്ള എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണേ, ഫ്രീലാൻസ് ആയിട്ടാണ് പോണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അമലയിൽ ബില്ലിങ്ങിലും കയറിയായിരുന്നു. അതേപോലെ എനിക്ക് ഇവൻറ്റ്സ് ബേസിലാണ് മേക്കപ്പുകൾ കൂടുതൽ കിട്ടാറ്, ഫോറിനേഴ്സിൻ്റെ. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ്. ഇപ്പോൾ 56 കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇറങ്ങി കേട്ടോ മേക്കപ്പിനൊക്കെ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് മേക്കപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിനും പോകുന്നുണ്ട്. അങ്ങനെ ഒരു റെസ്റ്റ് ഇല്ലാത്തൊരു പ്രഗ്നൻസി ആയിരുന്നു എൻ്റെ. പുലർച്ചയ്ക്കൊക്കെ പോകണ്ടല്ലേ മേക്കപ്പിന്, വീണ്ടും വയ്യാതെയാവും, പിന്നെ എടുത്ത് കൊണ്ടുപോകും എന്നെ ഹോസ്പിറ്റലിലേക്ക്, പിന്നെ അഡ്മിറ്റ് ആക്കും. അങ്ങനത്തെ ഒരു റെസ്റ്റില്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ മാത്രം. എന്നെ അവിടുത്തെ നഴ്സുമാർ പറയേ വീണ്ടും വന്നോ എന്ന് ചോദിക്കും വാർഡിലേക്ക്. അങ്ങനെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ജോലി അപ്പാടെ നിർത്തി. എൻ്റെ മേക്കപ്പും എല്ലാം വർക്കുകൾ വന്നിരുന്ന ആ സമയത്ത് സീസൺ ടൈമായിരുന്നു. ഞാൻ വർക്കുകളൊക്കെ ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. നിർത്താൻ കാരണം വേറെ ഒന്നല്ല, എൻ്റെ ഡോക്ടർ അടക്കം പറഞ്ഞു ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ശ്രീലക്ഷ്മി, നന്നായി റെസ്റ്റ് എടുക്കണം. കാരണം എനിക്ക് ഒരു തരി പോലും ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. വർക്ക് ചെയ്യുക 5-ാം മാസത്തിൽ ഈ ഇത് നിർത്തി, അമലയത്തത് നിർത്തിയെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് മേക്കപ്പുകൾ കാര്യങ്ങൾ വന്നിരുന്നു. ഇവൻറ്റ്സ് ബേസിലായ കാരണം കൊണ്ട് നല്ലോണം വന്നിരുന്നു, പുലർച്ചയ്ക്കൊക്കെ ആയിരുന്നു. അപ്പോൾ റെസ്റ്റ് തീരണ്ടായിരുന്നില്ല. ഞാൻ ഡോക്ടറെ എൻ്റെ അടുത്ത് എന്തെങ്ങനെ ശ്രീലക്ഷ്മിക്ക് നേരം വയ്യാതെ ആവണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. എനിക്ക് മരുന്ന് പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയിരുന്നില്ല, വീട്ടിലേക്ക് പോലും മര്യാദയ്ക്ക് കയറാൻ പറ്റിയിരുന്നില്ല. അങ്ങനെയായിരുന്നു എൻ്റെ വർക്ക്. ഈ വർക്കും അങ്ങനെയാണ്, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുലർച്ചയ്ക്ക് രാത്രി അങ്ങനെയൊക്കെയാണല്ലോ.
അപ്പോൾ അങ്ങനത്തെ ഇതായ കാരണം അത് ഡോക്ടറുടെ ഇതും കൂടി ആയപ്പോൾ ഞാൻ നിർത്തി. അത് കഴിഞ്ഞ് ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യില്ല നമ്മൾ പ്രഗ്നൻസിയിൽ, ഡോക്ടർ പറഞ്ഞ് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഹൈ ലെവൽ ഷുഗർ നല്ല കൂടുതൽ. കൺട്രോൾ ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞു, പക്ഷേ പറ്റുന്നില്ല. ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഓരോ തവണ ടെസ്റ്റ് ചെയ്യുമ്പോഴും ആഴ്ചയിലൊക്കെയാണ് തോന്നുന്നത് ടെസ്റ്റ് ചെയ്തിരുന്നത്. ടെസ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് നല്ല കൂടുതൽ എന്നെ കാണിക്കണം, കുറവില്ല. അങ്ങനെ വീട്ടിലൊരു മെഷീനൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിൽ നോക്കലൊക്കെ ആയി, എന്നിട്ടും കുറവില്ല. എന്നെ നോക്കിയിട്ടും കുറയണമെന്നില്ല. ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ നോക്കും, അതിന് മുന്നേ നോക്കും, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ എനിക്ക് ഇൻസുലിൻ 3 നേരം ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം അങ്ങോട്ട് 3 വട്ടം ഒരു ദിവസം ഇൻസുലിൻ എടുക്കണമായിരുന്നു. പിന്നെ അതൊരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. 3 നേരമാണ് നമ്മൾ കഴിക്കണമെങ്കിൽ ആ 3 നേരം ഫുഡ് കഴിക്കണേക്കാൾ മുന്നും ശേഷവും ഷുഗർ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ 8 വട്ടങ്ങളാന്ന് തോന്നുന്നു എൻ്റെ മേത്ത് സൂചി കുത്തി ഇറങ്ങിയിരുന്നു. ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞു. അങ്ങനെ അതങ്ങനെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നല്ല റെസ്റ്റ് എടുത്ത് എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ വലിയ പണികൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുവരെ ഞങ്ങൾ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ഒരു പണി ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അമ്മ ഫുഡ് ഉണ്ടാക്കി തരും, അത് തിന്നും, വെറുതെ ഇരിക്കും, പിന്നെയും പോയി കിടക്കും. അങ്ങനത്തെ നല്ല ഒന്നാന്തര റെസ്റ്റ് ആയിരുന്നു. എന്നിട്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാതെ ആയിരുന്നു. നല്ല ഛർദി കൂടിയിട്ട് വേദന വന്നിട്ട് യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ വന്നിരുന്നു കേട്ടോ. ഒരു ദിവസം ഞാൻ ഇതേപോലെ ഇൻസുലിൻ അടിച്ച് ഫുഡ് കഴിച്ച് ഇൻസുലിൻ അടിച്ച് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് പെയിൻ വന്നു. ചെറിയൊരു പെയിൻ. പക്ഷെ അത് എനിക്ക് ഞാൻ വിചാരിച്ചു പ്രഗ്നൻസിയിൽ ചെറിയ പെയിനുകളൊക്കെ ഉണ്ടാവും എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒന്നാണ് ഞാൻ വിചാരിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ യൂറിൻ പോണ ഫീലൊന്നുമില്ല. വ്യജന ഭാഗത്ത് നിന്ന് എന്തോ ഒരു വെള്ളം പോലെ എന്തോ പോണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു. അവനെ വിളിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അതൊന്നും ആവില്ല എന്ന് പറഞ്ഞു. ഇപ്പം 9 മാസം ആവണുള്ളൂ. കാരണം ഡോക്ടർ ഡ്യൂ ഡേറ്റ് തന്നത് ജൂൺ 19, 20 ആ ഒരു ടൈമിലാണ് എനിക്ക് ഡ്യൂ ഡേറ്റ് തന്നത്. പക്ഷേ ഈ സംഭവം നടക്കുന്നത് ജൂൺ 9-ാം തീയതി. അപ്പോൾ ചിലപ്പോൾ അപ്പോഴൊന്നും ഉണ്ടാവില്ല. കാരണം ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ഡോക്ടർ തന്ന ഡേറ്റിന് ഞാൻ പോയിട്ട് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അറിയില്ല. അപ്പോൾ വെള്ളം വന്നു. അപ്പോൾ ഞാനൊന്ന് നിന്നോക്കട്ടെ എന്നിട്ട് ഞാൻ ചാടി എണീറ്റ് അവിടെ നിന്ന വഴിക്ക് ചെറിയ രീതിയിൽ പൈപ്പ് നമ്മൾ തുറക്കില്ലേ, അപ്പോൾ ആ ഒരു വെള്ളം സോസ് പോയില്ലേ, അതേപോലെ വിജയന ഭാഗത്ത് നിന്ന് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ യൂറിൻ പാസ് ചെയ്യണ പോലെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് നിനക്ക് തോന്നണോ മൂത്രം ഒഴിക്കണതാണോ നീ എന്ന് ചോദിച്ചു. ഡോക്ടർ ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ പറയാറുണ്ടായിരുന്നു തുമ്പുമ്പോഴൊക്കെ യൂറിൻ പോവും എന്നുള്ളത്. അപ്പം അല്ല യൂറിൻ പോണേൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു യൂറിൻ പോണേൻ്റെ ഒരു ഫീല് നമുക്കില്ല, എനിക്ക് തോന്നണില്ല. അപ്പോൾ യൂറിൻ പോണതല്ല, ഇത് വെള്ളം പൊട്ടണത് പൊട്ടിപ്പോണത് ഞാൻ തോന്നുന്നു എന്നാണ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു എന്തോ ഒരു വലിച്ചൽ വേദന പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം എൻ്റെ ആങ്ങളേനെ വിളിച്ചു, വണ്ടി കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത്രയും നാൾ ഞാൻ 5-ാം മാസമൊക്കെ ആയ സമയത്ത്, അതായത് എൻ്റെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഞാൻ നിർത്തിയ ആ മാസത്തെ സാലറി കൊണ്ടുപോയി ഞാൻ ഉണ്ണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ ആ സമയത്ത് ആദ്യത്തേനും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. വേറൊരാളുടെ മുന്നിൽ കൈനീട്ടാനോ അങ്ങനെ നിൽക്കരുത്, അങ്ങനെയായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് വേണ്ട പാമ്പേഴ്സ് എല്ലാതും, ഡ്രസ്സ്, സെറ്റർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹുക്ക് ടൈപ്പുള്ളത് അതൊന്നും എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു. മടി പിടിച്ച് വീഡിയോസ് എടുക്കണം എന്ന് വെച്ചാൽ മടി പിടിച്ചിരുന്നിരുന്ന് ഈ ഡ്യൂ ഡേറ്റ് വരെ എത്തിച്ചു ഞാൻ. ഡ്യൂ ഡേറ്റ് അല്ല, അതായത് ഡെലിവറി ആവണ ആ ഒരു ടൈം വരെ ഞാൻ എത്തിച്ച്. എന്നിട്ട് രസം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പെട്ടിയിലാക്കി ഒതിച്ച് എൻ്റെ ചേച്ചിയുടെ മോള് വന്ന് തേച്ച് നല്ല നീറ്റായി വെച്ച സംഭവമാണ് കേട്ടോ. അത് മാത്രം എടുത്തില്ല, അത് മാത്രമല്ല ഒന്നും എടുത്തില്ല. എന്നെ മറന്നിരുന്നു ഇവർ കാർ എടുത്തിട്ട് വേങ്കർ എന്ന് പറയുന്നുണ്ട്. അത്രയും വരും. ഞാൻ എനിക്ക് സാധനങ്ങൾ എടുക്കണ്ടെന്ന് വെച്ചപ്പോൾ അതൊന്നും എടുക്കണ്ടാക്കും, ഞങ്ങൾ വന്നിട്ട് എടുത്തോണ്ട് വന്നിട്ട്. കാരണം എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോവുക തിരിച്ചു വരുതല്ലേ. അപ്പോൾ ഇവരും വിചാരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവില്ല, ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ ഏട്ടനും എൻ്റെ ഹസ്ബൻഡിനും. അങ്ങനെ സാധനങ്ങളൊന്നും എടുത്തില്ല. പോയി ഞാൻ അതിൻ്റെ ആറ്റൊക്കെ പറഞ്ഞ് മോൾക്ക് ഉമ്മയൊക്കെ കൊടുത്ത്. എനിക്കപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേദനയും ഉണ്ടായിരുന്നു. എൻ്റെ മോളെൻ്റെ കൂടെയുള്ള കാരണം കൊണ്ട് എനിക്ക് വേദന കാണിക്കാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. കുട്ടിക്ക് ടെൻഷൻ ആവുക അങ്ങനെയൊക്കെ. അവൾക്ക് എൻ്റെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മേനേക്കാളും എൻ്റെ അച്ഛനേക്കാളും എൻ്റെ ഫാമിലിനേക്കാളും ടെൻഷൻ അടിക്കണ എൻ്റെ മോളാണ്. അപ്പോൾ അത് ഞാൻ കണ്ട കാരണം കൊണ്ട് എനിക്ക് ആ സംഭവം അങ്ങനെ ആ ഒരു പെയിൻ ഉണ്ട് എന്നുള്ളത് ഞാൻ അവളെ കാണിക്കാതെയാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ ഞാൻ ഞൊണ്ടി ലേബർ റൂമിൻ്റെ അവിടേക്ക് എത്തിയതേ ഓർമ്മയുള്ളൂ. പിന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല. അവർ രണ്ട് ഡോക്ടർമാർ വന്ന് ആദ്യം PV ടെസ്റ്റ് ചെയ്തു, പിന്നെയും വീണ്ടും PV ടെസ്റ്റ് ചെയ്തു. 2-3 വട്ടം അങ്ങോട്ട് PV ടെസ്റ്റ് ചെയ്ത് അപ്പോഴൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഇല്ല കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം പോണത് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ അതേ വെള്ളം പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്നിട്ട് നോക്കിയപ്പോൾ ശരിയാണല്ലോ, PV ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വെള്ളം പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ചെറിയ എന്തോ ഒരു പൊട്ടലായിരുന്നു എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. കുറേ ഡോക്ടർമാരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എത്ര മണിക്കൂറായി ഫുഡ് കഴിച്ചിട്ട് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരണേ ടൈം പോലും എനിക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ വരണേക്കാൾ തൊട്ട് മുന്നേ ഞാൻ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവരൊന്നും പറയണില്ല അതേലെ. എന്നിട്ട് അവർ പോയി 4 മണിക്കൂർ എൻ്റെ ഡോക്ടറാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. 4 മണിക്കൂർ വേറൊരു ഡോക്ടറാണ്. ആ ഡോക്ടർ നല്ല ഡോക്ടറാണ് കേട്ടോ. വേറെ 4 മണിക്കൂർ 5 മണിക്കൂറോളം പെയിൻ അല്ല, ആ 4 മണിക്കൂറോളം 5 മണിക്കൂറോളം അങ്ങോട്ട് നമ്മൾ പെട്ടെന്ന് എനിക്ക് എന്തോ ഞാൻ ആ ഒരു ദിവസത്തിലേക്ക് അങ്ങോട്ട് പോയി. അതാണ് എനിക്ക് പെട്ടെന്ന് സംസാരിക്കാനൊന്നും പറ്റാത്ത പോലെ. അങ്ങനെ
എനിക്കറിയില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയാം 6 മണിക്കൂർ ഫുഡ് കഴിച്ചതിന് ശേഷം 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ശരിക്കും ഓർമ്മയില്ല, എൻ്റെ ഒരു ചെറിയ ഓർമ്മ ഞാൻ പറയുന്നത് 6 മണിക്കൂറിന് ശേഷം അങ്ങോട്ടാണ് സി സെക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അനസ്തീഷ്യ തരുമ്പോൾ ഛർദ്ദിക്കും എന്നാണ് പറയണേ. അപ്പോൾ 4 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും എന്നെ അവർ കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ എന്നെ ലേബർ റൂമിൽ കിടക്കുമ്പോൾ എനിക്ക് ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് നോക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് അത്രയും നേരം അവിടെ കാമായിരുന്നു. പിന്നെ പെട്ടെന്ന് ശ്രീലക്ഷ്മി വേഗം നമുക്ക് പോവാം, ഈ ബെഡ്മയ്ക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ബെഡ്മയ്ക്ക് കിടത്തി. എണീറ്റ് നിൽക്കാനും തന്നെ സമ്മതിക്കണില്ല കേട്ടോ. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ നേരെ കിടന്നിട്ട് ഈ വയറോടെ ഇങ്ങനെ നേരെ കിടന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടണ പോലെയൊക്കെ തോന്നി. ഞാൻ അവിടെ സിസ്റ്ററോട് പറഞ്ഞായിരുന്നു എനിക്ക് ചെരിഞ്ഞ് കിടക്കണം, അപ്പോൾ എനിക്കൊന്ന് എണീക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യോ എണീറ്റിക്കാൻ പറ്റില്ല, എണീറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ വാശി കയറ്റിയപ്പോൾ വാശി കയറ്റില്ല കേട്ടോ, അത് പുതിയൊരു സിസ്റ്റർ ആയിരുന്നു തോന്നുന്നു. അപ്പം എന്നങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം മുട്ട, എനിക്ക് വിമിഷ്ടം, എനിക്ക് എന്തൊക്കെയോ പോലെയായിരുന്നു. ഞാൻ പറ്റില്ല, എനിക്ക് എണീക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടിയത് ബെഡ്മെന്ന് എണീറ്റ്. അത്ര ഹൈറ്റുള്ള ബെഡാണ് ഈ ഡെലിവറി റൂമിലുള്ള ബെഡ്മെന്ന് ഞാൻ ചാടി എണീക്കും ചെയ്തു. എന്നിട്ട് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഹസ്ബൻഡിനെ കാണാൻ. ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ എനിക്ക് കാണണം, ആൾ വന്നുകൊണ്ടിരിക്കണം, നമ്മൾ എത്താറായി. അപ്പോൾ പറഞ്ഞു എന്തായാലും നമ്മൾ ലേബർ റൂം, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും അവിടേക്ക് എത്തിയാൽ മതി എന്ന് പറയും. ശ്രീലക്ഷ്മി ഇങ്ങനെ വാശി പിടിക്കരുത്, അത്രയും അർജന്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകണതൊക്കെ കേട്ടോ. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഡോക്ടറായ കാരണം കൊണ്ട് കുഴപ്പമില്ല. എന്നെ എനിക്കറിയാം ആൾ ചീത്ത പറഞ്ഞാൽ എന്നെ എത്രത്തോളം ചീത്ത എനിക്കറിയാം. അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ആ തിയേറ്ററിൻ്റെ ഒരു വാതിൽ കടന്ന വഴിക്ക് ഹസ്ബൻഡ് വന്നു. നമുക്ക് എത്രയൊക്കെ വിഷമമുണ്ടെങ്കിലും എത്രയൊക്കെ ഇതുണ്ടെങ്കിലും ആ സമയത്ത് അവരൊക്കെ കാണുമ്പോൾ വേറെ ആരെ കണ്ടില്ലായിരുന്നു, നമ്മുടെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും ആ ടൈമിൽ കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. നമുക്ക് പ്രത്യേകം ഒരു ധൈര്യമൊക്കെ കിട്ടും. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആയ കാരണം കൊണ്ട് ഹസ്ബൻഡിനെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറ്റി ആളെ കണ്ടു, ആൾ ഒരുമയൊക്കെ തന്ന ആൾ പോയി. തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറ്റി എന്നെ ഇങ്ങനെ സി പോലെ ചെരിച്ച് കിടത്തിയിട്ട് എന്നെ സി പോലെയാക്കി. എന്നിട്ട് 3-4 വട്ടമൊക്കെ കുത്തി, കാരണം ഞാൻ കുത്താൻ ഇങ്ങനെ ഇളകുക, അത് കാരണം പേടിച്ചിട്ട് പൊളിയിടുക. അപ്പോൾ പറ്റുണ്ടായിരുന്നില്ല അവർക്കും. അത് കഴിഞ്ഞ് തരിപ്പിച്ച് എൻ്റെ ശരീരം മൊത്തം തരിപ്പിച്ച് എന്നെ ഉണ്ണീനെ അങ്ങോട്ട് എടുത്തു. അതൊക്കെ പെട്ടെന്നായിരുന്നു, ഉണ്ണീനൊക്കെ എടുക്കലൊക്കെ പെട്ടെന്നായിരുന്നു. ഉണ്ണീനെ എടുത്ത് എനിക്കപ്പം തന്നെ കൊണ്ട് കാണിച്ച് തന്നു. എൻ്റെ ഇവിടെയൊക്കെ വെച്ചു, എൻ്റെ കവളിൻ്റെ ഇവിടെയൊക്കെ വെച്ചു ഉമ്മ കൊടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് ശരിക്കും ഇപ്പോഴും ഓർമ്മ കിട്ടി തുടങ്ങിയിട്ടില്ല, അതാണ് സത്യം. അത് കഴിഞ്ഞ് ഉണ്ണീനെ അവർക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. പെൺകുട്ടി, ഞാൻ ആൺകുട്ടീനെ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, അത് സത്യമാണ്. കാരണം എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, ഒരുക്കി കൊടുക്കാനും മുടി കെട്ടി കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ച് പെൺകുട്ടി ആവുന്നതാണ് കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞാൽ തന്നെ കണ്ടിട്ട് ആൺകുട്ടി ആവുന്നുള്ളത്. അങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ആൺകുട്ടീനെ കിട്ടി. അപ്പോൾ എനിക്കൊരു ആൺകുട്ടിയും പെൺകുട്ടിയായി. അത് കഴിഞ്ഞ് ഞാൻ ICUവിലേക്ക് മാറ്റി. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഉണ്ണീനെ എൻ്റെ അടുത്ത് കൊണ്ടുതരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറും കഴിഞ്ഞ് 3, 4, 5 മണിക്കൂറും കഴിഞ്ഞ് എൻ്റെ കുട്ടീനെ എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല. ഞാൻ അവിടെ തന്നെ നഴ്സിനോട് ചോദിക്കുന്നുണ്ട്, കുട്ടീനെ കയ്യിൽ തരില്ല, ഫീഡ് ചെയ്യണ്ടേ എനിക്ക്, 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫീഡ് ചെയ്യണം എന്നാണല്ലോ പറയുക, അപ്പോൾ എനിക്ക് ഫീഡ് ചെയ്യണ്ടേ, ഉണ്ണീനെ തായോ എന്ന് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുതരും എന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ഒന്നും പറയണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ തരുമായിരിക്കും, വേറെ എന്തെങ്കിലും ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എൻ്റെ അമ്മ വന്നു. എനിക്കിങ്ങനെ മറ്റേ ബെറ്റാടി, നമ്മുടെ വയറുമൊക്കെ ബെറ്റാടിയും തേക്കുമല്ലോ, അപ്പോൾ ആ വയറുമ മൊത്തം ബെറ്റാടിയും തേച്ച് ക്ലീൻ ചെയ്തതിൻ്റെ എനിക്കൊരു ഇൻഫെക്ഷൻ പോലെ ചൊറിച്ചൽ വന്നു. എന്നിട്ട് ഞാൻ വയറിങ്ങനെ ഇരുന്ന് മാന്തുക, കാരണം സ്റ്റിച്ചിൻ്റെ അവിടെ തരിപ്പ് മാറി തുടങ്ങുള്ളൂ. അപ്പം നമുക്ക് ആ വേദന അറിയില്ല, ഈ തരിപ്പ് ഇത് ചൊറിച്ചൽ മാത്രം നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി ചൊറിയുക. അപ്പോൾ എൻ്റെ അമ്മേനെ വിളിച്ചു, വയറിൻ്റെ അവിടെയൊക്കെ നന്നായി ക്ലീൻ ചെയ്യിപ്പിച്ചു. പിന്നെ എൻ്റെ ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് തന്നു. പിന്നെ വെജേന ഭാഗത്ത് ഒരു ടാബ്ലറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പെയിൻ്റെ, അത് റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ആണോ എന്ന് അറിയില്ലല്ലോ, അപ്പോൾ അതും റിമൂവ് ചെയ്തു. ഈ ബെറ്റാടിയും തുടച്ച് കളയുകയും ചെയ്തു. ഏതിൻ്റെ ആണെന്ന് എനിക്കറിയില്ല, എന്തായാലും തുടച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗുളിക എടുത്ത് കളഞ്ഞപ്പോഴാണോ എന്നറിയില്ല, പെയിൻ മാറി, ചൊറിച്ചൽ മാറി. അങ്ങനെ അമ്മ വന്നു, അമ്മേനോട് ഞാൻ ഉണ്ണിയാന്ന് ചോദിച്ചു. അമ്മ ഒന്നും പറയണില്ല കേട്ടാ, അമ്മ മിണ്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഉണ്ണി അവിടെ ഉണ്ട്, അവരുടെ അടുത്തുണ്ട്, ബിലു അവിടെ ഉണ്ട്, ഇങ്ങനെ മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആയി. ബണ്ണും ചായയും കൊണ്ട് ഹസ്ബൻഡ് ആ സമയത്ത് വിളിച്ചതാണ് അവരെ. അപ്പോൾ ആളങ്ങോട്ട് ആ സമയത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ ഉണ്ണിയാന്ന് ചോദിച്ചപ്പോൾ ആളെ നീ അറിഞ്ഞില്ലേന്ന് എന്താണെന്ന് ചോദിച്ചു. ദൈവം ആ സമയത്ത് എന്നെ അങ്ങോട്ട് അറിയില്ല, ഭൂമി അങ്ങോട്ട് പിള്ളേർന്നുള്ളിലേക്ക് പോകാമെന്നറിയില്ല. അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. ഹസ്ബൻഡ് പറഞ്ഞു ഉണ്ണീനെ NICUവിലാണ്, ഉണ്ണിയുടെ ലങ്സിൽ വെള്ളം കയറിയിട്ടുണ്ട്, കുറച്ച് പ്രശ്നമാണ്, അപ്പോൾ ഉണ്ണീനെ ICUവിലേക്ക് കയറ്റിയേക്കാണ്, NICUവിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് തരുമായിരിക്കുന്നുണ്ട്, ദൈവങ്ങളെ വിളിക്കാത്ത ദൈവങ്ങളില്ല, എനിക്ക് പെട്ടെന്ന് തരുന്നു വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നില്ല. 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അന്നത്തെ ദിവസം ഞാൻ 2 വന്നിട്ടൊക്കെ ഞാൻ ഉണ്ണീൻ്റെ അടുത്തേക്ക് പോയായിരുന്നു കേട്ടോ, ഫീഡ് ചെയ്യാനും സിസേറിയൻ ചെയ്യണ വേദന കൊണ്ട് തന്നെ ഞാൻ ഉണ്ണീൻ്റെ അടുത്തേക്ക് പോയായിരുന്നു. അതെനിക്ക് എൻ്റെ മോനെ കാണാൻ തോന്നിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെയും കിടത്തി 2 ദിവസം. ഉണ്ണിക്ക് മഞ്ഞ കൂടി 2 ദിവസം, ഒരു ദിവസം പിന്നെ NICUവിൽ കിടത്തി. ഉണ്ണിക്ക് നല്ല ഓണം മഞ്ഞ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് NICUവിൽ വീണ്ടും കിടത്തിയിട്ടോ. പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളുണ്ടായിട്ടോ, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഉണ്ണീനെ, ആരും അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ കാര്യം ഞാൻ പറയണം കേട്ടോ. അപ്പോൾ ഞാനൂന്, അതായത് എൻ്റെ മൂത്ത മോൾക്ക് എനിക്ക് ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. ഡെലിവറി പെയിൻ ആദ്യം നല്ലോണം ഡെലിവറി പെയിൻ കുറേ നേരം സഹിച്ചിട്ട് എനിക്ക് നടക്കാണ്ടായി. പിന്നെ ഞാൻ എൻ്റെ ബോധമൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് സിസേറിയൻ ചെയ്യാം എന്നുള്ളൊരിത് വന്നത്. അന്ന് വിനീത ഡോക്ടറായിരുന്നു, ആൾ മാക്സിമം നോർമലാക്കാൻ നോക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തീരെ പറ്റാണ്ടാവും, അത് ചെയ്തിട്ടുണ്ടാകാമെന്ന് ആലോചിക്കാമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് എന്നെ 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴേക്കും എന്നെ വീട്ടിലേക്ക് അയച്ചു. എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ പെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പെയിനൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനത്തെ വലിയ ടെൻഷനുകളൊന്നും അടിക്കേണ്ടി വന്നിട്ടില്ല. ഇവനങ്ങനെ ആയിരുന്നില്ല. അവനെ ഇപ്പോഴും എന്താ പറയുക,
അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല, ഒരു ഹാർട്ടിൽ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണമാണ്, അത് ശരിയായി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് എത്രയായാലും നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവരുതെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അതും എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടിയാൽ മതി എന്നുള്ളൊരിതായിരുന്നു. ഇനിയിപ്പോൾ 45 ദിവസം കഴിഞ്ഞാൽ ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം, ചെക്കപ്പുകളുണ്ട്, ചെയ്തിട്ട് ഇവൻ ഓക്കെ ആണോ അല്ലേ എന്ന് നോക്കണം. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഡെലിവറി ജേർണി എന്ന് പറഞ്ഞാൽ, പ്രഗ്നൻസിയും വിത്ത് ഡെലിവറി.